പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഒന്നാം വായനയിലൂടെ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്നു. ഐശ്വര്യം നദി പോലെ നമ്മിൽ ഒഴുക്കുമെന്നും നമ്മുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും ആകുമെന്നും കർത്താവ് നമുക്ക് ഉറപ്പ് നൽകുന്നു. ദൈവം അമ്മയെ പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്നു. നാം സാന്ത്വനം അനുഭവിക്കും. അവിടുത്തെ കരം നമ്മോട് ഉണ്ടായിരിക്കും. ദൈവം നമ്മെ വളരെയേറെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കുന്നവരാകാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിലനിൽക്കും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾക്ക് നുകരാം. ദൈവത്തെയും അവരിനെയും സ്നേഹിച്ച് ജീവിക്കാം. ഇന്നത്തെ രണ്ടാം വായനയിൽ വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം യേശുവിൻ്റെ കുരിശിൻ മേന്മ ഭാവിക്കാനും യേശുവിനെ പ്രതി ലോകം നമുക്കും നാം ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നാം പുതിയ സൃഷ്ടിയാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് സമാധാനവും കാരുണ്യവും ഉണ്ടാകും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നമ്മോടുകൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ യേശുവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് സഹിക്കാം. നാം ലോകത്തിൻ്റെതായി ജീവിക്കാതെ സ്വർഗത്തിൻ്റെതായി ജീവിക്കാം. നാം ഒരു പുതിയ സൃഷ്ടിയായി ജീവിച്ച് നിറയെ ആത്മാക്കളെ നേടാം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മെ യേശുവിൻ്റെ തിരഞ്ഞെടുത്ത ശിഷ്യരായി മാറ്റുന്നു. ദൈവത്തിൻ്റെ വിളഭൂമിയിലേക്ക് അനേകം വേലക്കാരെ അയക്കുവാൻ പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിക്കാം. ലളിതമായിട്ടുള്ള ജീവിതം നയിക്കാം. എളിമ നിറഞ്ഞ ജീവിതം നയിക്കാം. നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് സമാധാനം ആശംസിക്കാം. നമ്മൾ സുവിശേഷം പ്രസംഗിക്കാം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്താം. നമ്മുടെ ചിന്തകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അനേകം ആത്മാക്കളെ സ്വർഗത്തിനു വേണ്ടി നേടിയെടുക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.